ഹലോ ഡിയേഴ്സ്. ഇപ്പൊ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഒരു നൈറ്റ് ഡ്രൈവ് ഉള്ളതാണ്. എങ്ങോട്ടാണെന്നല്ലേ? നെയ്യാറ്റിൻകരയിലും കാഞ്ഞിരംകുളത്തൊക്കെ ഉള്ളവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ചൊവ്വാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ പള്ളിയെ പറ്റി പറയുമ്പോഴും കമുങ്കോട് പള്ളി തന്നെയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ഞങ്ങളെ വച്ചു പിടിക്കുന്നതും അങ്ങോട്ടേക്ക് തന്നെയാണ്. ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പോവാറുള്ളത്. മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചയും പോകാൻ ശ്രമിക്കാറുണ്ട്. ഈ കാണുന്ന തിരക്കൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ സമയമാകുമ്പോൾ പിന്നെയും തീർത്ഥാടകരുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെഴുതിരി കത്തിക്കുന്നുള്ളത് ഹെയ്നുവിന് ഭയങ്കര നിർബന്ധമാണ്. വന്നിട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ മെഴുതിരി കത്തിക്കാറുള്ളത് കൊണ്ട് തന്നെ അവൻ ആദ്യമേ മെഴുതിരി കത്തിക്കാനായിരിക്കും ഓടുക. അപ്പൊ എല്ലാ ദിവസവും 2 മെഴുതിരി അവന്റെ കയ്യിൽ കൊടുക്കും കത്തിക്കാൻ. അങ്ങനെ എല്ലാ ദിവസവും വന്ന ഉടനെ 2 മെഴുതിരി കത്തിച്ചായിരിക്കും നമ്മൾ അകത്തോട്ട് കയറുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഫീലാട്ടോ ഇവിടെ. ചൊവ്വാഴ്ച ഇങ്ങനെ ശാന്തമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇത് തന്നെയാണ്. ഒരു തിരക്ക് എന്ന് പറയാൻ ഈ സമയത്ത് സാധാരണ ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നെന്തോ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഈ പള്ളിയുടെ അകത്തെ അൾത്താര പോർഷനൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് മാത്രമല്ല, ഒരു പള്ളിയുടെ അൾത്താര സൂം ചെയ്ത് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറി പ്രാർത്ഥിച്ച് എന്താ പറയാ, നല്ലൊരു പ്രത്യേക ഫീലോട് കൂടിയാണ് ഇറങ്ങിപ്പോകുന്നത്. ഹേനി ബേബി അകത്തിരുന്നപ്പോൾ തന്നെ ഉറങ്ങി കേട്ടോ. പിന്നെ അവനെയും തോളിലിട്ടായി ഇച്ചായൻ്റെ നടത്തം. കുറച്ചു നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം വീട്ടിലോട്ട് ഇറങ്ങി. ഏകദേശം 11:30 വരെ മാത്രമേ പള്ളിക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങളൊരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.